മറ്റു വാർത്തകളിലേക്ക്. തലസ്ഥാനത്ത് 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല. സമീപത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. കുട്ടിയെ കണ്ടെത്തിയ പ്രദേശത്ത് പോലീസ് ഫോറൻസിക് പരിശോധന നടത്തി. പ്രദേശത്ത് കുട്ടി നടന്നു പോകാനുള്ള സാധ്യത ഉണ്ടെന്നും കുട്ടിയും കുടുംബവും പതിവായി നടന്നു പോകുന്ന പ്രദേശമാണിതെന്നും DCP നിതിൻ രാജ് പറഞ്ഞു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാകാമെന്ന സാധ്യത തള്ളിക്കളയുന്നില്ലെന്നും DCP പറയുന്നു. ഇതിൻ്റെ വിവരങ്ങളുമായി സൂര്യഗായത്രി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സൂര്യഗായത്രി, ഈ കുട്ടി കിടന്നിരുന്ന സ്ഥലത്ത് നിന്നും റെയിൽവേ ട്രാക്കിനപ്പുറത്തേക്ക് വളരെ ദൂരം ഒരു പ്രത്യേക ഒറ്റപ്പെട്ട കുറ്റിക്കാടിലോട് ചേർന്നുള്ള ഓടയിലാണ് ഈ കുട്ടി കണ്ടെത്തുന്നത് രാത്രി. ഈ പ്രദേശത്തേക്ക് ഈ 2 വയസ്സുകാരിയായ കുഞ്ഞ് നടന്നു പോകാനുള്ള സാധ്യതയില്ലെന്ന് ആദ്യം പറഞ്ഞിരുന്നത് പോലീസ് തന്നെയാണ്. ഇപ്പോൾ പോലീസ് മറ്റൊരു ദിശയിലേക്ക് കൈയൊഴിയുകയാണ്, ഇതിൻ്റെ പിന്നിലുള്ള കാരണം കണ്ടെത്താനാകാതെ. അങ്ങനെ ഉള്ള വിമർശനങ്ങളുമുണ്ട്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അജിംഷാദ്, പോലീസുകാർക്ക് അങ്ങനെ കുട്ടി നടന്നു വന്നതാണെന്ന് പറഞ്ഞ സാഹചര്യം നിലവിലുണ്ട്. അതായത് DCP നിതിൻ രാജ് രാവിലെ നമ്മളോട് പ്രതികരിച്ചത് പ്രകാരമാണെങ്കിൽ ഈ റൂട്ടിലാണ് കുട്ടിയും കുടുംബവും പതിവായി നടക്കുന്നത്. കുട്ടിക്ക് നടന്നു പോകാനുള്ള സാധ്യത ഈ വഴിയിലുണ്ട്. എന്നാൽ കുട്ടി ഇവിടെ എത്തിയത് സംശയാസ്പദമായ സാഹചര്യത്തിലാണെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് DCP നിതിൻ രാജ് നമ്മളോട് പങ്കുവെച്ചത്. പക്ഷേ ഈ ഒരു സ്ഥലം കാണുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകും, കുട്ടിയും കുടുംബവും ടെന്റ് കെട്ടി താമസിച്ചിരുന്ന ആ സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു 450 മീറ്ററോളം അകലെ ാണ് കുട്ടിയെ ഇന്നലെ പോലീസുകാർ കണ്ടെടുത്തത്. ഒരു കാരണവശാലും 2 വയസ്സുകാരിയായ മേരി എന്ന കുഞ്ഞ് ആ ടെന്റിന്റെ ഭാഗത്തു നിന്നും ഈ കുട്ടിയെ കണ്ടെത്തിയ ഭാഗത്തേക്ക് നടന്ന് ഒറ്റയ്ക്ക്, അതും രാത്രിയാണ്, നടന്നു വരാനുള്ള യാതൊരുവിധ സാഹചര്യവും ഇവിടെ നമ്മൾ കാണുന്നില്ല. ഇവിടെ ഈ സാഹചര്യം വന്ന് ഈ സ്ഥലം വന്ന് കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാകുന്ന ലളിതമായ ഒരു കാര്യം തന്നെയാണത്. ഇത് റെയിൽവേ ട്രാക്കാണ് ഈ പുറകില്. ഈ ട്രാക്ക് വഴി കടന്ന് ഒരു കാരണവശാലും 2 വയസ്സുകാരി നടന്നു വരാൻ ഒരു സാഹചര്യവുമില്ല. അഥവാ അവൾ ഇറങ്ങി നടക്കുകയാണെങ്കിൽ കൂടി വീഴേണ്ട സ്ഥലം ഇതിന് മുന്നേ കഴിഞ്ഞിട്ടുണ്ട്. 450 മീറ്ററോളം അകലെ വന്ന് ഈ ഒരു കുഴിയിൽ വീഴാനുള്ള സാഹചര്യമില്ല. അവിടെ നിന്ന് തന്നെ നമുക്ക് ആരെങ്കിലും അവളെ കൊണ്ട് ഇവിടെ ഉപേക്ഷിച്ചതാണ് എന്നൊരു നിഗമനത്തിലെത്തുവാൻ സാധിക്കും. പക്ഷേ മാത്രമല്ല 11:30 വരെ മാതാപിതാക്കൾക്കൊപ്പം അവൾ ഉണ്ടായിരുന്നു, കുഞ്ഞുണ്ടായിരുന്നു. 12:30-ക്ക് ശേഷമാണ് അവർ കുഞ്ഞിനെ കാണുന്നില്ലെന്ന് പറയുന്നത്. ഈ 1 മണിക്കൂർ കൊണ്ട് ഈ കുട്ടിക്ക് ഇത്രയും കാതം താണ്ടി പോകാനാകില്ല. അത് മാത്രമല്ല, ഈ ഒരു സമയത്ത്, അതായത് രാവിലെ കുട്ടിയെ കാണാനില്ല എന്ന പരാതി ലഭിച്ച ആ സമയത്ത് തന്നെ ഈ കുട്ടി, അതായത് ഇവർ താമസിക്കുന്നതിന് തൊട്ടിപ്പുറത്ത് ബ്രഹ്മോസ് ആണ്. ഈ ബ്രഹ്മോസിന് സമീപത്തും റെയിൽവേ ട്രാക്കിലും അതുപോലെ തന്നെ ഇവർ ടെന്റ് കെട്ടി താമസിച്ചിരുന്ന സ്ഥലത്തെ കുറ്റിക്കാടുകളിലും ചതുപ്പുകളിലും ഓടകളിലും ഒക്കെ തന്നെ പോലീസ് വലിയ രീതിയിലുള്ള പരിശോധനകളും നടത്തിയതാണ്. ഈ പരിശോധനകളിൽ ഒന്നും കണ്ടുകിട്ടാത്ത കുട്ടിയെ രാത്രി 7:30-ക്ക്, അതായത് ഇവിടെയൊക്കെ ഈ ട്രാക്കിന് ഇപ്പുറത്ത് ആളുകൾ താമസിക്കുന്ന സ്ഥലം കൂടിയാണ്. അങ്ങനെ അവൾ വീണ് പോയാൽ തന്നെയും കുട്ടിയുടെ ശബ്ദം കേൾക്കാനോ അല്ലെങ്കിൽ അവൾ നടന്നു വരുന്നതോ ഒക്കെ ആരെങ്കിലും ഒക്കെ കാണാനുള്ള സാഹചര്യം ഇവിടെ വലുതാണ്. ഈ സാഹചര്യം ഒന്നും ഉണ്ടായിട്ടില്ല. എന്തായാലും CCTV-കൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തന്നെയാണ് പോലീസ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ കുട്ടിയുടെ സഹോദരൻ നൽകിയ ഒക്കെ കണക്കിലെടുത്ത് രേഖാചിത്രം വരയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ ഈ രേഖാചിത്രം കുട്ടിയുടെ മൊഴി അവ്യക്തതയുള്ളതായതിനാൽ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ADGP MR അജിത് കുമാർ ഉൾപ്പെടെയുള്ളവർ കുറച്ച് മുൻപ് കുട്ടി വീണ് കിടന്ന കുട്ടിയെ പോലീസ് കണ്ടെടുത്ത സ്ഥലം പരിശോധിക്കുകയുണ്ടായി. അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. കമ്മീഷണർ പ്രതികരിക്കുമെന്ന് പറഞ്ഞാണ് ADGP പോയത്. എന്തായാലും ഈ ഒരു സ്ഥലത്ത് കുട്ടി എന്തായാലും ഒറ്റയ്ക്ക് വന്ന് വീഴുന്നതിനുള്ള ഒരു സാഹചര്യം നിലവിലില്ല. ആരെങ്കിലും ഉപേക്ഷിച്ചത് തന്നെയാണെന്ന നിഗമനത്തിൽ നമുക്ക് എത്തുവാൻ സാധിക്കും. ഈ ആര് എന്തിനു വേണ്ടി മേരി എന്ന 2 വയസ്സുകാരിയെ എടുത്തുകൊണ്ടുപോയി ഇവിടെ ഉപേക്ഷിച്ചു എന്നൊരു കാര്യത്തിനാണ് ഇനി നമുക്ക് ഉത്തരം ലഭിക്കേണ്ടത്. അതിനായുള്ള അന്വേഷണം ഊർജിതമായി നടക്കുന്നു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഒക്കെ തന്നെ പറയുന്നത്. പക്ഷേ ഇതുവരെയും അവരിലേക്ക് എത്തുന്നതിനുള്ള, ആരാണ് ഈ ഒരു കൃത്യം ചെയ്തത് എന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഊർജിതമായ ശ്രമം അല്ലെങ്കിൽ ഒരു തെളിവ് നമുക്ക് ലഭിക്കുന്നില്ല. ഒരു സൂചന പോലീസുകാരുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്നില്ല. ഒരു കുറ്റിക്കാടിനുള്ളിൽ തന്നെയാണ് കുഞ്ഞിനെ കണ്ടെടുക്കുകയുണ്ടായത്. ഇന്നലെ രാത്രി. തീർച്ചയായും സൂര്യഗായത്രിയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. CCTV-കൾ അടക്കം പരിശോധിക്കുന്നുണ്ട്. പലവിധത്തിലുമുള്ള സൂചനകൾ പോലീസ് തേടുന്നുണ്ട്. എന്തായിരുന്നാലും ഇതുവരെയും ഇതേ സംബന്ധിച്ച് തുമ്പൊന്നും, കൃത്യവും വ്യക്തവുമായ തുമ്പൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത. ഇതിൻ്റെ വിവരങ്ങളാണ് സൂര്യഗായത്രി ദൃശ്യങ്ങൾക്കൊപ്പം നൽകിയത്.